തൃശ്ശൂര് നമ്മുടെ തൃശ്ശൂര് ഒരു ദിവസം ഫാമിലി ആയിട്ട് കറങ്ങാൻ പോകാൻ പറ്റിയ സ്ഥലം നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ? ഇനിയിപ്പോ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയട്ടാ, ഇത് കനോലി കനാൽ. ഇവിടെ എന്തൊക്കെ ഉള്ളേ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ് ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതാണ്. ഇവിടെ ഒരു തൂക്കുപാലുണ്ട്, കയാക്കിംഗ് ഉണ്ട്, വഞ്ചി ഉണ്ട്, ബോട്ട് ഉണ്ട്. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? വേറെ എന്താ വേണ്ട പറയും നിങ്ങള്? പുഴ വേണോ? പുഴ വേണമെങ്കിൽ പുഴയുണ്ട്. ഇനി കാണാൻ ഭംഗി വേണോ? അതുണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ. അങ്ങനെ എല്ലാ രീതിയിലും അത്യാവശ്യത്തിന് സന്തോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഈ ഒരു കനാല് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാറിന്റെ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ജലപാത നാടിന്റെ വികസനത്തിന് വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കറിയാലോ. ഏതൊരു ജലപാതയും നമ്മുടെ നാടിന്റെ വികസനത്തിന് വലിയ പങ്ക് പണ്ട് കാലത്ത് വഹിച്ചിട്ടുണ്ട്. 1848നും 1850നും ഇടയിലെ അന്നത്തെ മലബാർ ജില്ലാ കളക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ കനോലിയുടെ നേതൃത്വത്തിലാണ് ഈ കനാല് നിർമ്മിച്ചിട്ടുള്ളത്. കോഴിക്കോടിനെയും കൊടുങ്ങല്ലൂരിനെയും ബന്ധിപ്പിച്ച് പുഴകളെയും കായലുകളെയും ഒരു ശൃംഖലയായി കോർത്തിണക്കുക എന്നതായിരുന്നു കനാലിന്റെ പ്രധാന ലക്ഷ്യം. ചരക്ക് ഗതാഗതം സുഗമമാക്കുക, അതുവഴി മലബാറിലെ വാണിജ്യവും വ്യവസായവും അഭിവൃദ്ധിപ്പെടുത്തുക എന്നതും ഇതിന്റെ പിന്നിലെ പ്രധാന ഉദ്ദേശമായിരുന്നു കേട്ടോ. കനോലി സാഹിബിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഈ ജലപാത അക്കാലത്തെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയായിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ, രണ്ട് സൈഡും നിങ്ങൾ നോക്കിയേ എന്ത് രസമായിട്ടാണ് അയാൾ പണിത് വെച്ചിട്ടുള്ളത്. പ്രധാനമായും മനുഷ്യ പ്രയത്നം ഉപയോഗിച്ചിട്ടാണ് കനാലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ താന്യം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ ചെമ്മാപ്പള്ളി എന്ന് പറയുന്നത്. കനോലി കനാൽ ഈ ഗ്രാമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നിങ്ങളത് മനസ്സിൽ പതിഞ്ഞോളൂട്ടാ. കനാല് നിലവിൽ വന്നതോടെ ചെമ്മാപ്പള്ളി ഒരു പ്രാദേശിക വാണിജ്യ കേന്ദ്രമായി പതുക്കെ മാറാൻ തുടങ്ങി. അതങ്ങനെയാണല്ലോ. ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റ് ചരക്കുകളും കെട്ടുവള്ളങ്ങളിലൂടെയും മറ്റും കനോലി കനാൽ വഴി പ്രധാന പട്ടണങ്ങളിലേക്ക് എത്തിച്ചേരുന്നു, ടൗണുകളിലേക്കൊക്കെ എത്തിച്ചേരുന്നു. ഇത് ഈ പ്രദേശത്തെ കർഷകർക്കും വ്യാപാരികൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുക തന്നെ ചെയ്തു. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് ഒരു കനാല് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതിലൂടെ വ്യാപാരം മെച്ചപ്പെടും, കച്ചവടങ്ങൾ മെച്ചപ്പെടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കർഷകരെയും എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ സഹായിക്കും. അതുപോലെ ഗതാഗതത്തിന് പുറമെ പ്രദേശവാസികൾ മറ്റ് പല ആവശ്യങ്ങൾക്കും കനാലിനെ ആശ്രയിച്ചിരുന്നു. കൃഷിക്കും മറ്റ് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ജലസ്രോതസ്സായും കനോലി കനാൽ വർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യ കർഷകര്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ കനാല് ഈ ഒരു സമയത്ത് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. പിന്നെ റോഡ് ഗതാഗതം വ്യാപകമായതോടെ കനോലി കനാലിന്റെ പ്രാധാന്യം ക്രമേണ കുറഞ്ഞു എന്ന് തന്നെ പറയാം. കാലക്രമേണ കനാൽ പലയിടത്തും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയും കയ്യേറ്റങ്ങൾ മൂലവും ദുരന്താവസ്ഥയിലായി എന്ന് തന്നെ പറയാം. എന്നിരുന്നാൽ ഈ ചരിത്രപരമായ ജലപാതയുടെ പുനരുദ്ധാരണത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമുള്ള ശ്രമങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്ന കയാക്കിംഗ് പരിപാടികളും. അത് കാരണം കുറെ വൃത്തിയായിട്ട്, അതുപോലെ തന്നെ ടൂറിസം ഒക്കെ ഭയങ്കര ഡെവലപ്മെന്റ് അല്ലേ, എന്തോരം കച്ചവടം നടക്കണേ.